നീ കാന്താരി. അരിശത്തോടെ തിരിഞ്ഞടക്കുന്ന അവളുടെ അരിയിലേക്ക് ഓടിയെത്തിക്കൊണ്ട് അഖിൽ വീണ്ടും വിളിച്ചു. ദേ ഒന്ന് മിണ്ടിക്കൂടെ മേഡം. കണ്ണി കണ്ടവരോട് മിണ്ടിക്കാനേ എനിക്ക് സമയമില്ല. ഈ പാൽ കൊടുത്തിട്ട് എനിക്ക് സ്കൂളിൽ പോകണ്ട, മാറിടോ. ഓഹോ അങ്ങനെയാണോ? ദേ കോച്ചേ, അന്ന് പറഞ്ഞ കാര്യത്തിൽ വല്ല മാറ്റമുണ്ടോ? എനിക്ക് വയസ്സ് 30 കൊച്ചിന് ഓർമ്മയുണ്ടോ? എന്തിനാ കൊച്ചേ ഈ വാശി? തനിക്ക് എന്താണ് ഒരു മാറ്റമില്ലേ? അന്ന് ഞാൻ പറഞ്ഞല്ലേ ഇനി മേലെ ശല്യം ചെയ്യാൻ വന്നാലുണ്ടല്ലോ. മാറ്റമൊക്കെ ഉണ്ട്, നീ കാണാനിട്ടോ. എനിക്ക് പ്രൊമോഷനായി. അതിന് കൺഗ്രസ് മതിയോ? പറഞ്ഞിട്ട് തിരിഞ്ഞടക്കുമ്പോൾ ഉള്ളിൽ എന്തോ കൊളുത്തി വിളിക്കുന്ന വേദന തോന്നി അൻസുവിന്. ഒരുപാട് ഇഷ്ടമാണ് അവനെ, അതുകൊണ്ട് തന്നെയാണ് അവഗണിക്കുന്നത്. കോച്ചേ, കൊച്ചില്ലാതെ എനിക്ക് പറ്റത്തില്ല. കൊച്ചിനെ അറിയാമല്ലോ, എനിക്ക് അത്രയ്ക്ക് സ്നേഹമായിട്ടാ. അവൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. എല്ലാം നമുക്ക് ഷെയർ ചെയ്യാടോ, തൻ്റെ വിഷമമൊക്കെ. നിർത്തിക്കോ, ഇനി മേലാൻ്റെ പിന്നാലെ വരണ്ട. എനിക്ക് ഇഷ്ടമല്ല എൻ്റെ ഒരു ഔദാര്യം. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. നിറഞ്ഞ കണ്ണുകൾ അവനിൽ നിന്ന് ഒളിപ്പിച്ച് തിരിഞ്ഞടന്നു. ഇനിയെന്നാണ് ജീവിതത്തിലൊരു മംഗലയോഗമെന്നറിയില്ല. അച്ഛൻ കള്ള് കുടിച്ച് ലിവർ കളഞ്ഞ് മരിച്ചിട്ട് 3 വർഷമായി. അച്ഛനുണ്ടാക്കിയ കടം കൊണ്ട് കിടപ്പാടം പോയി കിട്ടി. അമ്മ സുഖമില്ലാതെ കിടപ്പിലാണ്. മരുന്നിന് തന്നെ വേണം മാസം 1000. അമ്മയെ നോക്കാൻ രാധാമണി ചേച്ചി ഉള്ളതുകൊണ്ട് സമാധാനമായി ജോലിക്ക് പോവാം. ആകെയുള്ള അനിയൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയാണ്. നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. അവനൊരു ജോലിയാകുന്നവരെ കല്യാണം വയ്യ. അഖിലിന് ഇഷ്ടമാണ്. പക്ഷെ അവൻ്റെ അമ്മ തന്നെയാണ് അവനെ മറ്റൊരു യുവാത്തിന് സമ്മതിപ്പിക്കാൻ തന്നോട് പറഞ്ഞത്. അല്ലെങ്കിൽ ഒട്ടും പൊന്നുപോലും ഇടാൻ വഴിയില്ലാത്തൊരു പെണ്ണിനെ ആരും സ്വീകരിക്കും? കൂടാതെ കുറേ ബാധ്യതകളും. അഞ്ജലി ടീച്ചർ എന്താ ഒരു മൂഡ് ഓഫ്? ഏയ് ഒന്നുമില്ലായിരുന്നീ. എന്നാലേ ചിന്തിച്ചിരിക്കാതെ എണീറ്റ് വാ, ബസ് മിസ്സാക്കണ്ട. ഒക്കെ കഴിഞ്ഞ് വർഷം ഇത്രയായിട്ടും അവനെ മറക്കാൻ പറ്റിയിട്ടില്ല. എന്നും അവനെ ഓർക്കും. ബാഗും എടുത്ത് ഇറങ്ങി നടന്നു. ബസ്സിൽ നിറയെ തിക്കും തിരക്കും, നിറയെ വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ അവർ നിൽക്കുന്നതുകൊണ്ട് ഒരു സീറ്റ് തരപ്പെട്ടു. ബസ് നീങ്ങി തുടങ്ങിയതോടെ ചിന്തകളും പുറകിലേക്ക് നീങ്ങി തുടങ്ങി. ഒടുവിൽ അവൻ്റെ കല്യാണം നടന്നു. നിത്യ സുന്ദരിയായ പെൺകുട്ടി കല്യാണത്തിന് പോയി. അവനെ മനസ്സിൽ നിന്നും പറിച്ചു മാറ്റാൻ. പക്ഷെ എത്ര മനസ്സിനെ കല്ലാക്കിയെങ്കിലും ഒത്തിരി സങ്കടം വന്നു. അന്ന് തലയിണയോട് മാത്രം ഹൃദയം തുറന്ന് കരഞ്ഞു. തളരാതെ നിന്നു. എൻ്റെ കുടുംബത്തിന് വേണ്ടി. ഇന്ന് അനിയന് ജോലിയായി. അമ്മേനെ തനിച്ചാക്കിപ്പോയി. അവൻ്റെ കല്യാണം കഴിഞ്ഞ് ഏറെ സന്തോഷിച്ചെങ്കിലും അവിടെ താൻ ഒരു അധികപ്പറ്റാണോ എന്ന ചിന്ത കുറേയായി അലട്ടുന്നു. അനിയത്തിക്കും അവനുടനെ വിദേശത്തേക്ക് പോകാൻ വിസ വരും. പിന്നീട് തനിക്ക് ആരുണ്ട്? ഇപ്പോഴെന്നും കൈവിട്ടുപോയ ജീവിതത്തോർത്ത് വിഷമിക്കലാണ് പണി. സന്തോഷത്തോടെ തിരഞ്ഞെടുത്ത വഴിയാണ്. എന്തിനാണ് സങ്കടപ്പെടുന്നത്? പക്ഷേ ഒറ്റക്കായി പോകുന്നുവെന്നൊരു തോന്നൽ. പലപ്പോഴും അവിടെ ചില നോട്ടങ്ങളിൽ താനൊരു ബാധ്യതയാണോ എന്ന് തോന്നൽ. അവർ വിദേശത്ത് പോയാൽ തനിക്ക് ആരുണ്ട്? അനിയന് ജോലി കിട്ടിയപ്പോൾ തന്നെ തനിക്ക് 30 കടന്നിരുന്നു. പിന്നെ അവൻ്റെ വിവാഹം. അങ്ങനെ സമയം കടന്നുപോയി. ഒരിക്കലൊരു ആലോചന വന്നിരുന്നു, ഒരു 2ാം കെട്ടുകാരൻ്റെ. പക്ഷെ എനിക്കൊരിക്കൽ പോലും അത് അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു. അഖിലിനെ മറക്കാനും കഴിഞ്ഞില്ല. ഇഷ്ടക്കേടുകൾ നിറഞ്ഞ ജീവിതത്തേക്കാൾ നല്ലത് ഈ ഒറ്റപ്പെടലല്ലേ. ഇനിയൊരു വിവാഹം മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ വയ്യ. ഒറ്റപ്പെടൽ അത്ര അസഹനീയമാണ്. പലപ്പോഴും ഡിപ്രഷൻ വരാ പിടിച്ചു നിൽക്കുന്നത് ഈ ജോലിയുള്ളതുകൊണ്ടാണ്. ബസ് ഇറങ്ങി നടന്നു. 5 മോളെ, സരിദേശിയാണ്. മിക്കവാറും ഞാനും ചേച്ചി ഒരേ സമയത്താണ് ജോലി കഴിഞ്ഞ് വരുന്നത്. മോളെ നീ അറിഞ്ഞോ? എന്താ ചേച്ചി? നമ്മുടെ അഖിലില്ലേ, വിമലേച്ചിയുടെ മകൻ, അവനും ഭാര്യ ആക്സിഡൻ്റായി. അവരോടിച്ച കാറ് ട്രക്കുമായിട്ട് കഴിഞ്ഞെന്നാ കേട്ടത്. ഈശ്വരാ, എന്ത് വിധിയായത്! കേട്ടത് വിശ്വസിക്കാനാവാതെ തറഞ്ഞുപോയി അവൾ. പിന്നീട് പറഞ്ഞൊന്നും ചെവിയിലെത്തിയില്ല. എന്നും താൻ അവനെക്കുറിച്ച് ഓർക്കാറുണ്ടെങ്കിലും ഇന്നേറെ അസ്വസ്ഥയായിരുന്നു. കരച്ചിൽ വന്നില്ല. നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ചതുപോലെ എങ്ങനെയോ നേരെ വിളിപ്പിച്ചു. ഓടി അവിടെ എത്തി. അവനെയും പെണ്ണിൻ്റെയും കിടപ്പുണ്ട് സഹിക്കാനായില്ല. പക്ഷെ അതിലേറെ അലട്ടിയത് നിറഞ്ഞ കണ്ണുമായി നിൽക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി, അഖിലിൻ്റെ മോൾ. അവളായിരുന്നു. എന്തു പറയാനാണ് അവളോട്? 2 ദിവസം ലീവ് എഴുതി സ്കൂളിൽ. പക്ഷെ തിരികെ വന്നിട്ട് മനസ്സെവിടെയോ കൈവിട്ടു പോയിരുന്നു. അന്ന് ഉച്ചയ്ക്ക് ശേഷം ലീവ് എഴുതി കൊടുത്തു. നിത്യയുടെ വീട്ടിലേക്കാണ് അവർ മോളെ കൊണ്ടുപോയത്. അവിടെ ചെന്നൊന്ന് കാണണം. താൻ ആരാണെന്ന് പറയും. അഖിലിൻ്റെ ഫ്രണ്ടാണെന്ന് പറയാം. ഓരോന്നോർത്ത് സ്ഥലത്തെത്തി. കയ്യിൽ കയറിയ ചോക്ലേറ്റ് അവൾ കൊടുത്തു. അവൾ ആരാണെന്ന ഭാവത്തിൽ നോക്കുന്നുണ്ട്. നിങ്ങൾ അഖിലിൻ്റെ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞ്? മോളെ ഇവിടെ നിർത്താൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അറിയാലോ. നമ്മൾ പെണ്ണുങ്ങൾ ആണുങ്ങൾ പറയുന്നതിലേ കേൾക്കാൻ പറ്റും. ചേട്ടനോട് കുറേ പറഞ്ഞു. പക്ഷേ പെൺകുഞ്ഞല്ലേ, ചേട്ടന് പേടി അവിടെ നിർത്താൻ. അഖിൽ ഒറ്റ മോനല്ലേ, അമ്മ മരിക്കുകയും ചെയ്തു. ഞങ്ങൾ 2 പെൺകുട്ടികൾ. എന്താ ചെയ്യുക? ഇനി അവളെ വല്ല ഇതുപോലെയുള്ള കുട്ടികളെ നോക്കുന്നിടത്ത് നിർത്തണം. പെൺകുഞ്ഞല്ലേ, എല്ലാവർക്കും ഒരു ഭയം ഉണ്ടാവും. ബന്ധുക്കൾക്കൊരു ഭാരമാണ്. എൻ്റെ അമ്മ അവരുടെ കൂടെ ആയിരുന്നല്ലോ. ഇപ്പം ഇവിടേക്ക് കൂട്ടി, ഇനി ഇവളെ കൂടി. ചേട്ടന് ഒത്തിരി വരുമാനമൊന്നുമില്ലല്ലോ. മൗനത്തെ ഭേദിച്ചുകൊണ്ട് നിത്യയുടെ ചേച്ചി പറഞ്ഞു നിർത്തി. എനിക്ക് തരാമോ ഇവളെ? ഞാൻ നോക്കിക്കോളാം. ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. എനിക്കൊരു കുട്ടിയെ നോക്കാൻ താല്പര്യമുണ്ട്. എന്നുകൊണ്ടോ പെട്ടെന്ന് അങ്ങനെ പറയാനാണ് തോന്നിയത്. അവരൊന്നും പറഞ്ഞില്ല. നിങ്ങൾ പോയിക്കോളോ എന്ന് പറഞ്ഞു. മോളെയും കൂടി തിരിച്ചു പോയി.
തിരിച്ചു വന്നിട്ട് എൻ്റെ മനസ്സ് അവിടെയായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി അവിടെ ചെന്നു. മനസ്സില്ലാതെ അവർ സമ്മതിച്ചു. ആരുമില്ലാത്തതിനേക്കാൾ നല്ലതല്ലേ. ഇപ്പോൾ എൻ്റെ ജീവിതത്തിന് ഒരർത്ഥമുണ്ട്. അനിയനും പെണ്ണും വിദേശത്ത് പോയി. പക്ഷേ ഞാനിനി തനിച്ചല്ല. അഖിലിനും ഭാര്യയ്ക്കും സന്തോഷമായിട്ടുണ്ടാവും. അവരില്ലാത്ത കുറവ് പരമാവധി അറിയിക്കാതെ എനിക്ക് ഇവിടെ നോക്കണം. ഇവളുടെ അമ്മയായി എൻ്റെ ജീവിതത്തിൻ്റെ നിയോഗം ഇതായിരിക്കാം.